ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു കോമൺ വാഷ് ബേസിൻ ഏരിയയിലുള്ള ഒരു സ്ട്രെച്ചർ വർക്കാണ് കാണുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് സാദാ പുട്ടിയും സാൻഡും കൂടെ മിക്സ് ചെയ്താണ് ഈ സ്ട്രെച്ചർ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അതാണിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് കാണുന്നത്. അതിനായി നമ്മൾ ഒരു ചെറിയൊരു മനസ്സിൽ വന്നൊരു ഡിസൈൻ ഫോം ടേപ്പ് ഉപയോഗിച്ച് അത് ക്രമീകരിക്കുകയുണ്ടായി. അതിനുശേഷം ഈ കുട്ടി ആ വോളിൽ അപ്ലൈ ചെയ്യുന്നു. ഇത് നല്ല ഒരു പകുതി ഡ്രൈ ആകുമ്പോൾ ആ ഫോം ടേപ്പ് നമ്മൾ നീക്കിക്കളഞ്ഞതിന് ശേഷം പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ ഒന്ന് ലെവൽ ചെയ്ത് അതിനുശേഷം നല്ലതായിട്ട് ഡ്രൈ ആയതിനു ശേഷം ക്ലോത്ത് പേപ്പറും കൊണ്ട് ഒന്ന് സാൻഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഏത് കളറാണ് ആവശ്യം അത് അപ്ലൈ ചെയ്യുക. ഞാനിവിടെ ഗ്രേ കളറാണ്, ലൈറ്റ് ഗ്രേ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ ലൈറ്റ് ഗ്രേ നമ്മൾ എടുത്തിരിക്കുന്നത് പ്യുവർ വൈറ്റും ഫൗണ്ടേഷൻ ബ്ലാക്കും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ലൈറ്റ് ഗ്രേ ആക്കി അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇൻഡിഗോയുടെ പേൾ സിൽവർ നമ്മൾ വാഷ് ചെയ്യുന്നു. ഈ കാണുന്നത് പോലെ ഇൻഡിഗോയുടെ പേൾ സിൽവർ വാഷ് ചെയ്യുന്നു. അതിനുശേഷം അത് ഡ്രൈ ആയതിനു ശേഷം മെറ്റാലിക് ഗോൾഡും നമ്മളിവിടെ വാഷ് ചെയ്തു. ഇതുപോലെ നമ്മൾ വാഷ് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ചിൻ്റെ ഇനാമൽ റോളർ ഫില്ലർ വെച്ച് ഇതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് കളറ് ചെല്ലും. കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിത്തീരും. ഗോൾഡ് ഉപയോഗിച്ചതിന് ശേഷം ഫൈനൽ ലുക്ക് ഇതാണ്.